ഹലോ വെൽക്കം ബാക്ക് ഷെഫ് ലിഷൻ സ്പെഷ്യലേക്ക് സ്വാഗതം. അപ്പോൾ ജീര ആലു അല്ലേ, വളരെ ടേസ്റ്റിയായ ഒരു നോർത്ത് ഇന്ത്യൻ ഡ്രൈ കറിയാണ് ജീര ആലു. ചപ്പാത്തി, പുൽക്ക, പുലാവ് റൈസ് ഇതിൻ്റെ എല്ലാം കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന കിടലിനൊരു കറിയാണ്. അപ്പോൾ ഇന്നുണ്ടാക്കുന്ന ജീര ആലിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് ഗാർലിക്കും ഒനിയനും യൂസ് ചെയ്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണത്. അപ്പോൾ വാ നമുക്ക് നോക്കാം ജീര ആലു എങ്ങനെ ഉണ്ടാക്കുന്നത്. ആദ്യം കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് മെൽറ്റായി വരുന്ന സമയം അതേ അളവിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കുക. ജീരകം ഒന്ന് മൂക്കുന്ന സമയം ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച 4 പച്ചമുളകും ചെറുതായി അരിഞ്ഞ് ഇഞ്ചിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റുക. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയം 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതേ സെയിം അളവിൽ തന്നെ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത മല്ലിയും ചുമന്ന മുളകും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. അടുത്തതായി നമ്മൾ വേവിച്ച് വച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ് കഷ്ണങ്ങളായി കട്ട് ചെയ്ത് നമ്മുടെ മസാലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് മസാലയെല്ലാം നല്ലപോലെ പിടിക്കുന്ന പോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ചെറുതായി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക. നമ്മുടെ ജീര ആലു റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് നമ്മുടെ ജീര ആലുവിനെ ഒരു ബൗളിലേക്ക് പോർഷൻ ചെയ്ത് മാറ്റി വെക്കാം. വളരെ ടേസ്റ്റിയായി കിടലിനൊരു ഡ്രൈ കറിയാണ് ജീര ആലു. ഇത് ഇന്ത്യൻ ബ്രെഡ് ഐറ്റംസിനും എല്ലാത്തിൻ്റെയും കൂടെ സൈഡ് ഡിഷായി കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ പുലാവ് റൈസിൻ്റെ കൂടെ സൈഡ് ഡിഷായി കഴിക്കാൻ പറ്റുന്ന കിടലിനൊരു ഡ്രൈ കറിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയായി കാണുന്നവരെ ബൈ.